കൊച്ചിയിൽ CBI ഓഫീസർ ചമഞ്ഞയാൾക്കെതിരെ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങി പോലീസ്. CBI ഓഫീസർ എന്ന വ്യാജേന കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയെന്നാണ് പരിശോധിക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ CBI ഓഫീസർ ചമഞ്ഞയാളെ പനങ്ങാട് പോലീസ് തിങ്കളാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം നെട്ടൂർ സ്വദേശി അബ്ദുൾ സലാമായിരുന്നു പിടിയിലായത്. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. ദേവിക, ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പനങ്ങാട് പോലീസ് അബ്ദുൾ സലാം, നെട്ടൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ സലാമിനെ അറസ്റ്റ് ചെയ്തത്. വ്യാജ CBI തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ താമസിച്ചിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അക്കാര്യം വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ ഫ്ളാറ്റിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. CBIയുടെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഇയാളിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. റഷീദ് സലാം എന്നുള്ള പേരിലാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചത്. പെട്രോളിംഗ് സംഘം, അതായത് നെട്ടൂർ ഭാഗത്ത് പോലീസിന്റെ പെട്രോളിംഗ് സംഘം സംശയകരമായിട്ടുള്ള രീതിയിൽ ഒരു കാർ കണ്ടെത്തുന്നു. CBIയുടെ സ്റ്റിക്കർ പതിച്ച കാറായിരുന്നു ഇത്. ഈ കാർ പിന്തുടർന്ന് എത്തിയ സമയത്താണ് അസറ്റ് ക്യാൻവാസിൽ താമസിക്കുന്ന അബ്ദുൾ സലാമിൻ്റെതാണ് ഈ കാർ എന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായത്. തുടർന്ന് ഫ്ളാറ്റിലേക്ക് എത്തിയ പോലീസ് സംഘം അബ്ദുൾ സലാമിനോട് ID കാർഡ് ചോദിച്ച സമയത്ത് നൽകാൻ അബ്ദുൾ സലാം തയ്യാറായിരുന്നില്ല. പിന്നീട് ഫ്ളാറ്റിൽ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് CBIയുടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് അടക്കം കണ്ടെടുത്ത ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രധാനമായിട്ടും നിലവിൽ പോലീസിന്റെ അന്വേഷണം പോകുന്നത് കേന്ദ്ര ഏജൻസികളുടെ ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ വിവരങ്ങൾ ഇയാൾ ചോർത്തിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ ആണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത്. അത് മാത്രമല്ല, ഈ CBIയുടെ വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതി പലരെയും പരിചയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക തട്ടിപ്പടക്കം ഇയാൾ നടത്തിയിട്ടുണ്ടോ, കൂടുതൽ കേസുകൾ മറ്റേതെങ്കിലും സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിട്ടുണ്ടോ, ഇതടക്കമുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് സംഘം നിലവിൽ കടക്കുന്നത്. എന്തായാലും റഷീദ് സലാം എന്നുള്ള പേരിൽ നിലവിലോ അല്ലെങ്കിൽ ഇതിനു മുൻപോ CBIയുടെ കൊച്ചി യൂണിറ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ അബ്ദുൾ സലാമിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചുകൊണ്ട് മറ്റേതെങ്കിലും സാമ്പത്തിക തട്ടിപ്പോ മറ്റ് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള ഒരു വിശദ അന്വേഷണത്തിലേക്കാണ് കേസിൽ ഇപ്പോൾ പോലീസ് കടക്കുന്നത്. ദേവിക. ശരി രേഷ്മ.